പ്രേമലുവിന്റെ FDFS ഞാൻ കാണുന്ന സമയത്ത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അകത്ത് കയറിയപ്പോണ്ടല്ലോ തകർത്ത് വാരി എന്ന് വെച്ചാൽ മീനാക്ഷി ഒരുപക്ഷെ മീനാക്ഷിയുടെ ക്യാരക്ടറുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് തോന്നുന്ന രീതിയിലാണ് ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഗിരീഷേടി പറഞ്ഞ് മോൾഡ് ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. അത് ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. പിന്നെ കുറെ ഇംപ്രൂവൈസേഷൻ ഗിരീഷേന്റെ അടുത്ത് ഗിരീഷേട്ടൻ നമ്മളെ അങ്ങനെ ലിബറേറ്റ് ആക്കി വിടും. നമ്മുടെ അടുത്ത് പറയും ഇഷ്ടം കയ്യിൽ നിട്ടോളം ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ കയ്യിൽ നിന്നിട്ട് ഓവർ ആവുകയാണെങ്കിൽ ഗിരീഷേട്ടൻ പറയും അത്രയും പോകണ്ട കുറച്ച് പറയും. അപ്പൊ ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ കുറെ നമുക്ക് കയ്യിൽ നിന്നിടാം. ചില സമയത്ത് ചേട്ടാ ഇത് ചെയ്യട്ടെ ചോദിക്കുമ്പോ ഇത് ചെയ്തോ അത് ചെയ്തോ എന്നൊക്കെ പറയും. ഓവറാണെങ്കിൽ പിടിക്കും. ഐശ്വര്യു പാത്തുമ്മയ്ക്ക് ശേഷം മീനാക്ഷി പ്രസന്റ് ചെയ്യുന്ന പാട്ടാണ് പാൽ മണക്കത് പഴം മണക്കത്. ചേട്ടാ സത്യത്തിലുണ്ടല്ലോ ഞാൻ ശരിക്കും മറ്റേ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഉടൻപണത്തിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ട്, മറ്റേ തങ്കം മണക്കില്ല തളയ്ക്കല്ലോ, അത് പാടി കഴിഞ്ഞിട്ട് ഒരു പാട്ടും കൂടെ പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏത് പാടുന്നുള്ള കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ ആദ്യം മുതലേ അതിനെ കാണിക്കുന്ന കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആളായിട്ടാണ്. എനിക്ക് അതിനകത്ത് ലൈക്ക് കുറച്ച് സീൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം പടത്തിന്റെ ലെങ്ത് ആയപ്പോഴത്തേക്കും കുറച്ച് പോയായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ആക്ച്വലി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആളായിട്ടാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ ഒരാള് അത് പാടുമ്പോൾ അല്ലെങ്കിൽ മറ്റേ കുറച്ച് ജിപ്സി ആയിട്ട് നടക്കുന്ന ഒരാളുടെ ചെവിയിൽ എപ്പോഴും ചിലപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യൊരു ട്രാൻസ് മ്യൂസിക് ഉണ്ടാവും എന്നൊക്കെയാണല്ലോ. അപ്പം ഞാൻ ശരിക്കും മറ്റേ കൊച്ചു കള്ള പാടുന്ന ആളാണ്. അപ്പൊ ഞാൻ അത് പാടാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ഗിരീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഗിരീഷേട്ടാ ഇത് പാടട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഗിരീഷേട്ടൻ പറഞ്ഞു അത് വേണ്ട, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വേറൊരു പാട്ടുണ്ട് പണ്ട് അന്ന് പാൽമണക്കത് രണ്ടാമത് ഇൻസ്റ്റഗ്രാമിലൊന്നും വൈറലായി തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് ഗിരീഷേട്ടൻ പറഞ്ഞു പിന്നെ പാൽമണക്കത് എന്ന് പറഞ്ഞൊരു പാട്ട് പണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളത് അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കാരണം അത് പാടിയ ലേഡിയുടെ അതേ ലുക്ക് ഉണ്ട്, കേളി ഹെയർ ഒക്കെ അതേ രീതിയിലാണല്ലോ, രണ്ടാമത് പാടിയ കോയിൽ ഹെയർ ആണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ അത് പാടാൻ നോക്കുന്ന പറഞ്ഞു. അങ്ങനെയാണ് അത് പാടുന്നത്, അതിരുന്ന് പഠിച്ച് പാടുന്നത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആ പാട്ട് ആ വേർഷൻ പാടിയില്ലേ സുശീല രാമന്റെ, ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻസ് നോക്കുമ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രേമലു കണ്ടിട്ട് വന്നവരുണ്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻസ് വായിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇടയ്ക്കൊരു കമൻ്റ് ഉണ്ട്, അതിനകത്ത് ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വായിക്കാം. പളനിയിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുരുകൻ 2 ആഴ്ച സ്ഥലത്തുണ്ടാവില്ല, വേലിന് മൂർച്ചയും കൂട്ടി ഈ ആളെ തപ്പി ഇറങ്ങിയിരിക്കുകയാണെന്നാണ്. അതിലൊരു വേർഡുണ്ട്, അത് ഞാൻ കട്ട് ചെയ്താൽ വായിച്ചത്. പക്ഷേ ഈ പ്രേമലുവിന് ശേഷം ഇതിനകത്ത് പലരും റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും മീനാക്ഷിയും ഈ വേർഷനാണ് കണ്ടു പഠിച്ചതല്ലേ? ഞാൻ ഈ വേർഷനാണ് കണ്ടുപിടിച്ചത്. കാരണം ഒറിജിനൽ അതെനിക്കൊന്നും എന്തോ ഒരു ഡിവോഷണൽ സോങ് ആണ്. അല്ല ഞാൻ കേട്ടിട്ടില്ല ഒറിജിനൽ, ഞാൻ കേട്ടേക്കുന്ന ഇതാ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് മീനാക്ഷിക്ക് ഒറിജിനൽ ഞാൻ കേൾപ്പിച്ചു തരാം. അത് കേൾക്കാതെ പോകരുത്. അതിന്റെ ഒറിജിനൽ നിങ്ങൾ വിചാരിക്കുന്ന റേഞ്ച് അല്ല. ഞാൻ ഇത് തപ്പിട്ട പാൽമണക്കത് തപ്പുമ്പോ സത്യത്തിൽ അത് വരും. പക്ഷേ പോപ്പുലർ ആയി പോയതുകൊണ്ട് കോപ്പറേറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് ഞാനൊരു ജസ്റ്റ് ഒന്ന് അത് കേൾപ്പിച്ചു തരാം. ഈ രമണി അപ്പൊ അതിന്റെ ഒറിജിനൽ പോയിട്ടില്ല അല്ലേ? ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതിനകത്തു നിന്നുള്ള വേർഷനിനെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആ കമന്റ് ബോക്സിൽ പോയിട്ട് ആ വേർഷൻ പാടിയ ആളെ ചീത്ത വിളിക്കുന്നത്. ആ പാട്ടാണ് ഇപ്പോൾ പ്രേമലുവിൽ നിങ്ങൾ ഹിറ്റാക്കി പാടുന്ന എല്ലാവരും കൈയടിക്കുന്നത്. ഇങ്ങനെ ഒരു കഥയുണ്ട് ഇതിന്റെ പിന്നിൽ. പ്രേമലുവിൽ ഈ ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ കുറെ ഇൻപുട്സ് ഇട്ടിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൈവിട്ട് പോവും, അല്ലെങ്കിൽ ഓവറായി പോവും. ആ പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാൻ തോന്നും. ആ പാട്ടിൽ നിങ്ങളുടേതായ കുറെ ഇംപ്രൊവൈസേഷൻസ് ഉണ്ട്. അത് ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പറ മ്യൂസിക് ഒക്കെ കേട്ടിരുന്നു. ഇടയ്ക്കത് അത് പിന്നെ ഈ പാട്ട് പാടാൻ അപ്പൊ എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കണമല്ലോ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ നിൽക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നതായിരിക്കും ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ആലോചിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു സാധനം ടോക്കെ ആയിരിക്കും തോന്നുക. അങ്ങനെ ചെയ്തതാണ് ഞാൻ ഓപ്പറ മ്യൂസിക് ഇടയിൽ കേട്ടത്. അത് ഒന്ന് പാടുവോ? പാൽ മണക്കുത്. എനിക്കത് ഒറിജിനൽ വരുന്ന ചേട്ടാ ഇപ്പൊ അത് കേട്ടേ. പാൽ മണക്കുത് പഴം മണക്കുത് പഴനി മലയില എങ്കും മുളിക്കുതാ
എങ്കും ഒളിക്കതാ വേറെ ലെവലാണ് കേട്ടോ. ഇത് മീനാക്ഷിക്കേ പറ്റുള്ളൂ ആക്ച്വലി. അതിന്റെ സൗണ്ടിന് കുറച്ച് അതെ, ഫ്രീക്വൻസി ഉണ്ട്, അതുകൊണ്ട് എനിക്കറിയാം അത് പിടിക്കാൻ പറ്റും. ഓപ്പറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇങ്ങനെ ഓപ്പറ പിടിച്ച് ശീലിച്ചതാണോ? അല്ല, ബാത്റൂം അത് നമ്മൾ മറ്റേ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കറക്കൊണ്ട് ഞാനിങ്ങനെ വാടച്ചു വെക്കാൻ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൂടെ ഒക്കെ പഠിക്കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കോമഡി ആയിട്ട് ഓപ്പറ ചെയ്യുമ്പോഴും കയ്യിൽ നിന്ന് പോയാലും കുഴപ്പമില്ല, കുറച്ച് വെള്ളിയൊക്കെ വീണാലും കോമഡി ആണ്, അതിന്റെ കൂടെ ഒക്കെ പൊക്കോളും. കാരണം ബേസിക്കലി ക്യാരക്ടർ പാട്ട് കൂത്തൊന്നും അറിയില്ല, ചുമ്മാ അവരുടെ വിചാരത്തോളം ഭയങ്കര സംഭവമാണ്. ഇതാണ് ബേസിക്കലി ഉള്ള പരിപാടി. അപ്പൊ കയ്യിൽ നിന്ന് പോയാലും വലിയ സീനില്ല, അപ്പം ശ്വാസം മുട്ടി താഴെ വീണാലും വലിയ വിഷയമുള്ള കാര്യമല്ല. അവിടെ അങ്ങനെ അപ്പൊ അതിന്റെ കൂടെ അത് വന്നപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ പാടിയത്. പിന്നെ എനിക്കറിയാം എന്റെ സൗണ്ടിന് കുറച്ച് ഫ്രീക്വൻസി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചില സീൻസ് വരുമ്പോൾ പറയും അതിന് ഫ്രീക്വൻസി കൂടുതലുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അവർ പറയും ഫ്രീക്വൻസി കൂടുതലുള്ള സൗണ്ടാണ്, അപ്പം ഇവിടെ എത്തുമ്പോൾ അത് മൈൻഡ് ചെയ്ത് ഡബ് ചെയ്യണം, അങ്ങനെ പറയും. അപ്പൊ എനിക്കറിയാം എൻ്റെ സൗണ്ടിന് ഫ്രീക്വൻസി ഉണ്ടെന്ന്. അപ്പൊ അതനുസരിച്ച് പിടിക്കും. ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഗ്രീഷേടി ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു, ഒരു $100. അതെ, അപ്പൊ തന്നെ ക്യാരക്ടർ മനസ്സിലായി, ഇനി പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്താന്ന് വെച്ചാൽ സ്മോക്കിംഗ് ആയിരുന്നു പടത്തില്. അപ്പം അത് മമിത വന്നിട്ട് ഇങ്ങനെ, അത് ആക്ച്വലി സീൻ പടത്തിലില്ല, മമിത വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടുന്ന് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ക്യാരക്ടർ ഏറ്റവും ലാസ്റ്റ് ആണ് ആ സിനിമയിൽ കാസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുന്ന തലേ ദിവസം, അതായത് ഷൂട്ടിന്റെ തലേ ദിവസമാണ് ഞാൻ ആക്ച്വലി സെറ്റിൽ ചെല്ലുന്നതും ലുക്ക് ടെസ്റ്റ് നടത്തുന്നതൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഗിരീഷേട്ടൻ പറഞ്ഞു സ്മോക്ക് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്മോക്ക് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അലർജിക് ടു സ്മോക്കാണ്. അപ്പം എൻ്റെ അടുത്ത് സ്മോക്ക് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അറിയില്ല. ക്യാരക്ടറിനൊന്നും ചിലപ്പോൾ സ്മോക്ക് ചെയ്യേണ്ടി വരും. സബാഷ്. എനിക്ക് സ്മോക്ക് ചെയ്തതിനപ്പുറം ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഈ ചെയ്യാത്ത ഒരാളത് ചെയ്യുമ്പോൾ നമ്മുടെ ജെസ്റ്റേഴ്സിൽ ഒരു അമച്വർ സാധനം വരും. എനിക്ക് അത് വരരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പം സ്മോക്ക് ചെയ്യുന്നവർ പിടിക്കുന്നതിനും സ്മോക്ക് ചെയ്യാത്തൊരു സിഗരറ്റ് കൈ പിടിക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ വിറയ്ക്കാറുണ്ട്. ആസ് എൻ അത് പിടിക്കാൻ അറിയാം, അതായത് ഇവിടെ ബാലൻസ് ചെയ്യണമല്ലോ. പിന്നെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാനൊരു സാധനം. എന്നെ കൊണ്ട് ആക്ച്വലി അതാണ് ആദ്യം ചെയ്യിപ്പിക്കുന്നത്. അതാണ് എൻ്റെ ആ ക്യാരക്ടറിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. വന്നിരിക്കുക ഇങ്ങനെ, ഞാനത് പിടിച്ചിട്ട് പറ്റിയ ലോലിപോപ്പ് വായി വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് അപ്പം ഇങ്ങനെ ടീമിലുള്ളവർ പറഞ്ഞു ഓരോ വിരലും പ്ലേസ് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞു, അങ്ങനെയാണത് പിടിച്ചത്. അപ്പം ആദ്യം ക്യാരക്ടർ അതാണ് എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡയലോഗ്സ് വരുന്നത്. അപ്പോഴാണ് നെക്സ്റ്റ് ഡേ ആണ് വീണ്ടും സിഗരറ്റ് വലിക്കുന്നതിൽ അത് വായിൽ വെക്കുന്നു. അപ്പോഴാണ് പറയുന്നത് ചുമ്മാ ചോദിച്ചു ഒരു $100 ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത്. അത് അപ്പം അപ്പോൾ ഓരോ ദിവസം വരുന്നവരും ആ ക്യാരക്ടറിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാമപ്പ് ആവാനൊരു സമയം വേണമല്ലോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒക്കെ എപ്പോഴും ഇതാണ് സംഭവം എനിക്ക് കിട്ടിയത്.